നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണു വടൂർ. BLOമാർ നമ്മുടെ കൈവശം എത്തിക്കുന്ന SIR ഫോം എങ്ങനെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. വളരെ അനായാസം, വളരെ ലളിതമായിട്ട് നമുക്കിത് ഫില്ല് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെയാണ് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾക്കൊരു SIR ഫോമിൻ്റെ സാമ്പിൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ BLO കൊണ്ടുതരുന്ന SIR ഫോം മലയാളത്തിലുള്ളതായിരിക്കും. ആ SIR ഫോമാണ് നമ്മൾ പൂരിപ്പിച്ച് തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ എന്യൂമറേഷൻ ഫോം നമുക്ക് എങ്ങനെ പൂരിപ്പിക്കാമെന്ന് നോക്കാം. ഈ ഒരു ഫോമിൻ്റെ മുകൾ വശത്ത് തന്നെ BLOയുടെ പേരും കാണും, നമ്പറും കാണും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് ചോദിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൻ്റെ മുകൾ വശത്തായിട്ട് തന്നെ വോട്ടറുടെ പേര് കാണും. എപ്പിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വോട്ടർ ഐഡിയുടെ നമ്പറാണ് എപ്പിക് നമ്പർ എന്ന് പറഞ്ഞു വരുന്നത്. നമ്മുടെ അഡ്രസ്സ് അവിടെ കാണും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ക്രമ നമ്പർ, ഭാഗം നമ്പർ, അങ്ങനെയുള്ള നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എൻ്റെ മുകൾ വശത്ത് കാണും. അതിനടുത്ത് തന്നെ ഒരു QR കോഡ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഒരു പഴയ ഫോട്ടോയും അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നമുക്ക് പുതിയ ഫോട്ടോ കൊടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് ആവശ്യമെങ്കിൽ പുതിയ ഫോട്ടോ കൊടുക്കുക, നിർബന്ധമില്ല. ഇതിനോടൊപ്പം യാതൊരു തരത്തിലുള്ള ഡോക്യുമെൻറ്റുകളും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യകതയില്ല, ഇപ്പോഴാവശ്യകതയില്ല. പിന്നീട് ആവശ്യപ്പെടുന്ന മുറയ്ക്കാണ് നമ്മളിത് നൽകേണ്ടത്. ഈ ഒരു ഫോം ഫില്ല് ചെയ്ത സമയത്ത് നമുക്ക് ഇതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റുകൾ കൊടുക്കേണ്ട ആവശ്യകതയില്ല. ഈ ഒരു ഫോം മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. BLO നമുക്ക് കൊണ്ടുതരുന്ന എന്യൂമറേഷൻ ഫോമാണ് ഈ കാണിക്കുന്നത്. ഇതെങ്ങനെയാണ് പൂരിപ്പിക്കുന്നത് നോക്കാം. ഇപ്പോൾ 2002 SIR ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുണ്ട്, 2002 SIR ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകളുമുണ്ട്. കാരണം 2002 SIR എടുക്കുന്ന സമയത്ത് പ്രായപൂർത്തിയാകാത്ത ആളുകൾ അതിൽ ഉൾപ്പെടത്തില്ല. പക്ഷേ അവരിപ്പം വോട്ടർ ID ഒക്കെ ഉണ്ട്, അവർ വോട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ നമ്മൾ 2002 SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണോ അല്ലയോ എന്നുള്ളത് ആദ്യം നോക്കുക. അതിനുശേഷം നമ്മൾ ഇത് പൂരിപ്പിക്കുക. 2002 SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഈ മുകൾ വശത്ത് കാണുന്ന ഇത്രയും ഭാഗങ്ങൾ എല്ലാവരും പൂരിപ്പിക്കേണ്ടതാണ്. അത് SIR ലിസ്റ്റിൽ 2002 ഉൾപ്പെട്ടവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇത്രയും ഭാഗം പൂരിപ്പിക്കുക. 2002 SIR ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗമാണ് പൂരിപ്പിക്കേണ്ടത്. അവർ ഈ ഒരു ഭാഗം പൂരിപ്പിക്കുക, ഇത് പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർ ഇത് മാത്രം പൂരിപ്പിക്കുക. ഈ ഒരു ഭാഗം കൊണ്ട് ഇത് മാത്രം പൂരിപ്പിക്കുക, ഇത് പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 2002 SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഇത്രയും ഭാഗം പൂരിപ്പിക്കുക, അതിനൊപ്പം ഈ ഒരു ഭാഗം കൂടെ ഇതുകൂടെ പൂരിപ്പിക്കുക. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 2002 SIR ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകളാണെങ്കിലോ അവർ ഈ ഒരു ഭാഗം പൂരിപ്പിക്കുക, അതിനോടൊപ്പം ഇതുകൂടെ പൂരിപ്പിക്കുക. അപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എടുത്ത് പൂരിപ്പിച്ച് നോക്കാം എങ്ങനെയാണോ. അപ്പോൾ ആദ്യത്തെ കോളം കിടക്കുന്നത് ജനനത്തീയതിയാണ്. ഇപ്പോൾ നമ്മുടെ ജനനത്തീയതി അവിടെ എഴുതുക. അടുത്ത കോളം കൊടുക്കുന്നത് എന്താണ്? ആധാർ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ ആധാർ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, കാരണം ഓപ്ഷണലാണ്. മൂന്നാമത്തെ കോളം എന്താണ്? മൊബൈൽ നമ്പറാണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അത് ഓപ്ഷണലല്ല, അപ്പോൾ തീർച്ചയായിട്ടും കൊടുത്തേ പറ്റുള്ളൂ. അപ്പം നമുക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഇല്ലെങ്കിൽ നമ്മളുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ബ്ലഡ് റിലേഷനുള്ള ആളുടെ ആണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ മൊബൈൽ നമ്പർ കൊടുക്കുക. അടുത്ത കോളം എന്താണ്? പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്, അച്ഛൻ്റെ പേര് കൊടുക്കുക. അത് ലഭ്യമല്ലെങ്കിൽ നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത റിലേഷനുള്ള രക്ഷിതാവിൻ്റെ പേര് നമ്മൾ കൊടുക്കുക. ബ്ലഡ് റിലേഷനുള്ള ആളുടെ പേര് തന്നെ കൊടുക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എപ്പിക് നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ അച്ഛൻ്റെ പേരാണ് കൊടുത്തതെങ്കിൽ അച്ഛൻ്റെ എപ്പിക് നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ ഇലക്ഷൻ ID നമ്പറാണ്, അതുകൂടെ നമ്മൾ കൊടുക്കുക. അപ്പോൾ ആരുടെ പേരാണ് മുകൾ വശത്ത് കൊടുത്തത് അതേ ആളുടെ തന്നെ എപ്പിക് നമ്പർ കൊടുക്കുക. സാധാരണ നമ്മൾ അച്ഛൻ്റെ പേരാണ് കൊടുക്കുന്നത്, അച്ഛൻ്റെ പേരും അച്ഛൻ്റെ ഇലക്ഷൻ ID നമ്പറാണ് കൊടുക്കുന്നത്. അത് ലഭ്യമാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമില്ല. ലഭ്യമാണെങ്കിൽ അത് കൊടുക്കുക. ഇനി അച്ഛൻ്റെ പേര് നമുക്ക് ലഭ്യമല്ലാത്ത ആളുകളാണെങ്കിലോ അവർ അവരുടെ ഒരു രക്ഷിതാവിൻ്റെ പേര് കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ അടുത്ത കോളം എന്താണ്? മാതാവിൻ്റെ പേര്, നമ്മുടെ അമ്മയുടെ പേര് കൊടുക്കുക. മാതാവിൻ്റെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ കൊടുക്കുക. അതായത് നമ്മുടെ അമ്മയുടെ ഇലക്ഷൻ ID നമ്പർ ലഭ്യമാണെങ്കിൽ കൊടുക്കുക, നിർബന്ധമില്ല. കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പങ്കാളിയുടെ പേര് ബാധകമാണെങ്കിൽ, ഇപ്പോൾ എന്താണ് പങ്കാളിയുടെ പേര്? നമ്മുടെ ജീവിത പങ്കാളിയുടെ പേര്. ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ പേര്, ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ പേര്. ഇത് ബാധകമാണെങ്കിൽ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിച്ചവർക്ക് മാത്രമേ ഇത് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. വിവാഹിതരാണെങ്കിൽ പങ്കാളിയുടെ പേര് കൊടുക്കുക, വിവാഹിതരല്ലെങ്കിൽ ആ കോളം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ പങ്കാളിയുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ പങ്കാളിയുടെ എപ്പിക് നമ്പർ, നമ്മുടെ ജീവിത പങ്കാളിയുടെ ഇലക്ഷൻ ID നമ്പർ ലഭ്യമാണെങ്കിൽ അതുകൂടെ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പോഴേക്കും ആദ്യത്തെ ഭാഗം പൂർത്തിയാവും. ഇതെല്ലാവരും പൂരിപ്പിക്കേണ്ട ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2002 SIR ലിസ്റ്റിൽ ഉള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇത്രയും ഭാഗം, ഇത്രയും ഭാഗം നമ്മൾ എല്ലാവരും പൂരിപ്പിക്കണം. ഇനി നമ്മൾ 2002 SIR ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ഭാഗമാണ് പൂരിപ്പിക്കേണ്ടത്. ഇത് പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല. അവസാന SIRൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ. അപ്പോൾ നമ്മൾ അവസാന SIRൻ്റെ ആ ഡേറ്റയിൽ പോയിട്ട് നമ്മുടെ വിശദാംശങ്ങൾ നമ്മൾ സെർച്ച് ചെയ്തെടുക്കണം.
അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേരളത്തിൻ്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ പോവുക. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടേക്ക് പോവുക. അവിടെ എത്തി കഴിയുമ്പോഴേക്കും നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ഡിസ്ട്രിക്റ്റ്, നമ്മുടെ ജില്ല തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ പോയിട്ട് നമ്മുടെ ജില്ല തിരഞ്ഞെടുക്കുക. ഞാൻ ഉദാഹരണമായിട്ട് പത്തനംതിട്ട തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ LIC, നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി തിരഞ്ഞെടുക്കാൻ വേണ്ടി പറയും. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് അടൂർ തിരഞ്ഞെടുക്കുകയാണ്. നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ LICയുടെ നമ്പർ നമ്മളത് നോട്ട് ചെയ്ത് വെക്കുക. അത് പിന്നീട് ആവശ്യം വരും. ആരുടെ ഡീറ്റെയിൽസ് ആണോ നമ്മൾ സെർച്ച് ചെയ്യുന്നത്, അദ്ദേഹം വോട്ട് ചെയ്യുന്ന ബൂത്ത് അറിയാമെന്നുണ്ടെങ്കിൽ ആ ബൂത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കുക. അതിനുശേഷം ആ വോട്ടറിൻ്റെ നെയിം വേണേൽ നമുക്കിവിടെ കൊടുത്ത ശേഷം സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് കൊടുത്തിട്ട് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇതൊന്നും ഇല്ലാതെ വേണമെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ ആളുകളുടെയും ഡീറ്റെയിൽസ് കിട്ടും. ഇനി നമുക്ക് വോട്ട് ചെയ്ത ബൂത്ത് അറിയത്തില്ല. അതായത് ഏത് ബൂത്തിലാണ് വോട്ട് ചെയ്യുന്നത്, ഏത് ബൂത്തിലാണ് വോട്ടുള്ളത് നമുക്ക് അറിയത്തില്ല. ബൂത്ത് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ വോട്ടറിൻ്റെ പേര് അവിടെ കൊടുത്തിട്ട് വേണമെങ്കിലും സെർച്ച് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പം വിഷ്ണു എന്ന് കൊടുക്കുകയാണ്. ഇപ്പം എൻ്റെ പേര് ഞാൻ കൊടുത്തു. അതിനുശേഷം ഞാൻ വീട്ടുപേരൊന്നും കൊടുത്തിട്ടില്ല. ഇനി വീട്ടുപേര് വേണമെങ്കിൽ കൊടുത്ത് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും വിഷ്ണു എന്ന പേരിലുള്ള വോട്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നിന്നും എനിക്ക് എൻ്റെത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇതേപോലെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് വളരെ അനായാസം കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ജില്ലയുടെ പേരും LICയുടെ പേരും കൊടുത്തിട്ട് നമുക്ക് ബൂത്ത് അറിയാമെങ്കിൽ ബൂത്ത് കൊടുക്കുക. ബൂത്ത് അറിയത്തില്ലെങ്കിൽ നമ്മുടെ പേര് സെർച്ച് ചെയ്താലും നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഇനി പേരും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടുപേര് വെച്ച് സെർച്ച് ചെയ്താലും ആ ഡീറ്റെയിൽസ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഒരാളുടെ ഡേറ്റ എടുത്ത് കഴിയുമ്പോഴേക്കും കൃത്യമായിട്ട് ഇതേപോലെയാണ് കിട്ടുന്നത്. ആ ഡേറ്റയിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഈ ഫോം പൂരിപ്പിക്കാൻ വേണ്ടി ആവശ്യമായിട്ട് വരും. നമ്മൾ ഒന്നേലത് എഴുതി സൂക്ഷിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുക. പ്രത്യേകം ഓർക്കുക, നമ്മളെടുത്ത 2002 SAR ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു കോളം മൊത്തം പൂരിപ്പിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് മൊത്തം നമ്മൾ കൊടുക്കുന്നത്. വോട്ടറുടെ പേരെന്നുള്ളടുത്ത് നമ്മുടെ പേര് കൊടുക്കുക. 2002 ഡേറ്റയിലുള്ള പേര് എന്താണോ അത് കൃത്യമായിട്ട് കൊടുക്കുക. എപ്പിക് നമ്പർ, അന്ന് 2002 എപ്പിക് നമ്പർ നമ്മൾ എടുത്ത ഡേറ്റയിൽ ഇത് ലഭ്യമാണെങ്കിൽ അത് കൊടുക്കുക. അത് കൊടുക്കണം നിർബന്ധമില്ല. അടുത്ത ബന്ധുവിൻ്റെ പേര്. ഇപ്പോൾ 2002 നമ്മൾ ആ ഡീറ്റെയിൽസ് എടുത്തപ്പോഴേക്കും ബന്ധുവിൻ്റെ പേരായിട്ട് ആരുടെ പേരാണോ കൊടുത്തിട്ടുള്ളത് ആ പേര് കൊടുക്കുക. അവരുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അടുത്ത കോളത്തിൽ കൊടുക്കുക. ജില്ല നമ്മൾ കൊടുക്കുക. സംസ്ഥാനത്തിൻ്റെ പേര് കൊടുക്കുക. നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് കൊടുക്കുക. നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ നേരത്തെ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞായിരുന്നു, അത് കൊടുക്കുക. ഈ ഭാഗം നമ്പറും ക്രമ നമ്പറും നമ്മുടെ SAR ഡേറ്റയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ പാർട്ടി നമ്പർ എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് ഭാഗം നമ്പർ. അതുപോലെ തന്നെ ക്രമ നമ്പർ നമ്മൾ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതും നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക. അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ പൂർത്തിയാവും. നമുക്കത് ഒപ്പിട്ട ശേഷം നമുക്കത് തിരികെ നൽകാം. ഈ താഴെ വശത്താണ് ഒപ്പിടുന്നത്. ഈ ഒരു ഭാഗത്ത് ഒപ്പിട്ട ശേഷം നമുക്കത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്, 2002 SAR ഡേറ്റയിൽ ഉൾപ്പെട്ട ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഉൾപ്പെടാത്തവരാണെങ്കിലോ അവർ ഈ മുകൾ വശത്തെ കാര്യങ്ങളൊക്കെ പൂരിപ്പിക്കുക. അപ്പോൾ ഇത്രയും ഭാഗം അവർ പൂരിപ്പിക്കുക. അതായത് മുകൾ വശത്തെ ഇത്രയും ഭാഗം അവരും കൂടെ പൂരിപ്പിക്കുക. അവർ ഇത് പൂരിപ്പിക്കേണ്ട, പകരം ഇതാണ് പൂരിപ്പിക്കേണ്ടത്. അവിടെ എന്താണ് പൂരിപ്പിക്കേണ്ടത്? എന്താണ് അവസാന SIRൽ പേര് നൽകിയിട്ടുള്ള വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ. നമ്മളുമായിട്ട് ബ്ലഡ് റിലേഷൻ ഉള്ള ഒരാൾ, അദ്ദേഹം 2002 SIRൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ കൊടുക്കുക. അച്ഛൻ്റെ ആവാം, വല്യച്ഛൻ്റെ ആവാം, വല്യമ്മയുടെ ആവാം, സഹോദരങ്ങളുടെ ആവാം. നമ്മളുമായിട്ട് ബ്ലഡ് റിലേഷനുള്ള ആരെങ്കിലും ഒരാളുടെ ഡേറ്റ കൊടുത്താൽ മതി. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെയോ ഭർത്താവിന് ഭാര്യയുടെ ഡേറ്റ കൊടുക്കാൻ പറ്റില്ല. വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവരുടെ അച്ഛൻ്റെയോ അവരുടെ അമ്മയുടെയോ അങ്ങനെയുള്ള ആളുകളുടെ ഡേറ്റയാണ് കൊടുക്കേണ്ടത്. ഭർത്താവിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഡേറ്റയല്ല കൊടുക്കേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ അവരുടെ വിവരങ്ങൾ സെർച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സെർച്ച് ചെയ്തെടുക്കുക. നമ്മൾ ആ 2002 ഉൾപ്പെട്ട ഒരു ബന്ധുവിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്, ഒന്നാമത്തെ കോളത്തിൽ ആ ബന്ധുവിൻ്റെ പേര് കൊടുക്കുക. ഇവിടെ ഒന്നാം കോളത്തിൽ ബന്ധുവിൻ്റെ പേര് കൊടുക്കുക. എപ്പിക് നമ്പർ, ഈ 2002 ഡേറ്റയിൽ ആ ബന്ധുവിൻ്റെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, നിർബന്ധമില്ല. ഈ ബന്ധുവിൻ്റെ പേരെന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്ന സ്ഥലത്ത് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ബ്ലഡ് റിലേഷൻ ഉള്ള ഒരാളുടെ പേര് 2002 SAR ഉൾപ്പെട്ട ഡേറ്റ എടുത്തല്ലോ, അവിടെ ഇദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ പേരവിടെ കാണും. ആ പേരാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് ഇവർ തമ്മിലുള്ള റിലേഷനാണ് നമ്മളിവിടെ കാണിക്കുന്നത്, നമ്മളുമായിട്ടുള്ള ബന്ധമല്ല. ഈ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ അച്ഛൻ്റെ പേര് കൊടുത്തു, അച്ഛൻ്റെ ബന്ധുവിൻ്റെ പേരായിട്ട് കാണിച്ചിട്ടുള്ളത് വല്യച്ഛൻ്റെ പേരാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷനാണ് കൊടുക്കേണ്ടത്, പിതാവ്, ആ റിലേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനുശേഷം ജില്ല എന്നുള്ള നമ്മുടെ ജില്ല കൊടുക്കുക, സംസ്ഥാനത്തിൻ്റെ പേര് കൊടുക്കുക, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് കൊടുക്കുക,
നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ കൊടുക്കുക, നേരത്തെ നോട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞാൽ അത് കൊടുക്കുക. ഭാഗം നമ്പറും ക്രമ നമ്പറും കൊടുക്കുക. പാർട്ടി നമ്പർ എന്ന് പറയുന്നതാണ് ഭാഗം നമ്പർ, ക്രമ നമ്പർ, സീരിയൽ നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ 2002 SIR ഡേറ്റയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കൊടുക്കുന്നത്. അവിടെ നിന്ന് ലഭിച്ച വിവരങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത്. അത് കൊടുത്തുകൊണ്ട് നമുക്കിത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും. പിന്നീട് ഒപ്പൂടിട്ട് കഴിഞ്ഞിട്ട് നമുക്കത് BLO ഏൽപ്പിക്കാൻ വേണ്ടി സാധിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുവാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.